ഇപ്പം നമുക്ക് മലയാള കവിതയുടെ ഒരു വഴി തന്നെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് പുനം എന്ന് പറയുന്ന ഒരു നമ്പൂതിരി അരക്കവി എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അദ്ദേഹം സാമൂതിരിയുടെ കോവിലകത്തെ 18 കവികളാണ്, 18 കവികളുണ്ട്. ഇദ്ദേഹം അരക്കവിയാണ്. അരക്കവി എന്ന് വിളിക്കാനുള്ള കാരണം വെച്ചാൽ ഇദ്ദേഹം മലയാളത്തിൽ എഴുതിയെന്നുള്ളതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ചമ്പു, രാമായണം ചമ്പു ഒക്കെ മലയാളത്തിലാണ്, സംസ്കൃത വൃത്തത്തിലുണ്ട്. അതിൽ മലയാളം വൃത്തങ്ങളായിട്ടുള്ള കാകളി അല്ലെങ്കിൽ തരങ്കിണി പോലുള്ള വൃത്തങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം മലയാളത്തിൽ എഴുതാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഒരു കാലത്തെ ഷാഠ്യം. കവിതയാവണമെങ്കിൽ സംസ്കൃതത്തിൽ എഴുതണം. അത് കുറേ കാലം കഴിഞ്ഞ് മാറിയിട്ട് മേൽപ്പത്തൂരിൻ്റെ കാലത്തെത്തുമ്പോഴേക്കും എന്തായി, മലയാളത്തിൽ എഴുതാം, പക്ഷേ മലയാളം വൃത്തം പാടില്ല, ഭാഷാവൃത്തം പാടില്ല എന്നായി. പൂന്താനമൊക്കെ ഭാഷാവൃത്തത്തിൽ കവിത എഴുതിയപ്പോൾ അത് വലിയ പ്രശ്നമായിരിക്കുന്നു. ആരാണിത് വായിക്കുക എന്നുള്ള സംഭവം വന്നു. കുറേ കൂടെ കഴിഞ്ഞപ്പം വൃത്തം വലിയ പ്രശ്നമായി. വൃത്തം തന്നെ വേണ്ട എന്ന് പറഞ്ഞ് വൃത്തം നിരാകരിക്കപ്പെട്ടു. ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത്? കവിത അതിൻ്റെ പുറന്തോടുകളെ കളഞ്ഞിട്ട് സ്വതന്ത്രമായിട്ട് പുതിയ രൂപം ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്നതിനിടയിൽ അതിൻ്റെ തോടിനെ പല സ്ഥലത്ത് വെച്ച് ഉരിഞ്ഞു കളഞ്ഞ് പുതിയ തോടിലൂടെ മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ കവിത അതിൻ്റെ രൂപം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഭാവം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സാഹിത്യരൂപങ്ങളും ഇത്തരത്തിൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കും. മാറിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? മാറിയിട്ടില്ലെങ്കിൽ കവിത ഫോക്കുലോറാവും, നാടോടിപ്പാട്ടായി മാറിപ്പോവും. നാടോടി പാട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കിയപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ വരുന്ന പാട്ടുകൾ, നാടോടി പാട്ടുകൾ കേട്ടാൽ അറിയാൻ പറ്റും, നമ്മളൊക്കെ ആസ്വദിക്കും. 1000 തവണ കേട്ടാണെങ്കിലും 1001ാമത്തെ തവണ അതേ വരി വീണ്ടും കേട്ടാൽ നമ്മൾ ആസ്വദിക്കും. നമ്മളതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ വാക്കുകളുടെ സന്നിവേശം, ശയ്യാഗുണം, ഇതൊക്കെ ആസ്വദിച്ച് കിടന്നുറങ്ങാനൊക്കെ പറ്റുന്നല്ലാതെ അതിലെന്താണ് പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കില്ല. അതൊരു വലിയ പരിമിതിയാണ്. ഒരു പ്രത്യേക താളത്തിൽ, ഒരു പ്രത്യേക ട്യൂണിൽ, ഒരു പ്രത്യേക ഗതിയിൽ ആവർത്തിക്കപ്പെടുമ്പം ഏത് കലാരൂപമാണെങ്കിലും ചെടിച്ചു പോകും. ഇതാണ് അതിൻ്റെ വലിയ പ്രശ്നം. ചില കലാരൂപങ്ങൾക്ക് അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ തന്നെ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും കഥകളി എത്രയോ കൊല്ലമായിട്ടില്ല കഥകളി നടക്കുന്നു, കഥകളിയിൽ എന്തായി ചെയ്യുന്നു, ഒരേ കഥ തന്നെയല്ലേ, നളചരിതം തന്നെയല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ കഥകളി ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ മനസ്സിലാവും, നളചരിതം ആണ് പറയുന്നതെങ്കിൽ പോലും ഇന്നലെ കളിച്ച നളചരിതമല്ല ഇന്ന് കളിക്കുന്നത്. കാരണം ഇന്നലെ നളൻ കാണിച്ച മുദ്രകളൊന്നും അതേപോലെ നളന് നാളെ കാണിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ കർണാടക സംഗീതത്തിനെ കുറിച്ച് പറയും, ഒരേ പാട്ടാണ് പാടുന്നത്, ഒരേ രാഗം തന്നെയാണ്. കർണാടകത്തെ സംഗീതത്തിലെ ഇപ്പം കല്യാണിയാണെങ്കിലും തോടിയാണെങ്കിലും ശങ്കരാഭരണമാണെങ്കിലും ആ രാഗം തന്നെയായിരിക്കും പിന്നെയും പിറ്റേ ദിവസം ആവർത്തിക്കുന്നത്. പക്ഷേ ആ രാഗം ഇന്നലെ പാടിയ തരത്തിൽ ഒന്നുകൂടെ പാടണമെന്ന് ഒരു നല്ല സംഗീതജ്ഞനോട് പറഞ്ഞാൽ അയാൾക്ക് പാടാൻ കഴിയില്ല. കാരണം അയാൾ അത് അപ്പം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആ തത്സമയം ആ വേദിയിലിരുന്ന് അയാൾ ക്രിയേറ്റ് ചെയ്തതാണ് ആ രാഗം, ആ മനോധർമ്മം, നിരവലൊക്കെ അയാൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇപ്പം അതിൻ്റെ പല്ലവി, അനുപല്ലവി, ചരണം എന്നുള്ള വരികളുടെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ. സ്ട്രക്ചർ മാത്രമേ ചിലപ്പോൾ പൊതുഘടകമായിട്ടുണ്ടാവുകയുള്ളൂ. സ്വയം നവീകരിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ സ്വയം നവീകരിക്കാതെ കലാരൂപങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ഒരു പ്രക്രിയയാണ് കവിതയിൽ നിരന്തരം നടക്കുന്നതും നടക്കേണ്ടതും. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു കാര്യം എന്താണ്? ഓരോ തലമുറയും തൻ്റെ പിന്നോട്ട് നോക്കിയിട്ട് ആഹാ എന്ത് നല്ല കവികൾ എന്ന് പറയും, മുന്നോട്ട് നോക്കിയിട്ട് ഛേ ഇതൊക്കെയാണോ കവിതകൾ എന്ന് ചോദിക്കും. കവിത മരിച്ചു പോയിരിക്കുന്നു എന്ന് പറയാൻ തുടങ്ങിയത് ഇപ്പോഴൊന്നല്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കവിത മരിച്ചു പോയിരിക്കുന്നു പറയാൻ പറഞ്ഞു. പറഞ്ഞ ആൾക്കാരൊക്കെ മരിച്ചു പോയിട്ടും കവിത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പം നാളത്തെ കവിത എന്തായിരിക്കും എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ അത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. നാളത്തെ ഭാഷാരൂപത്തിനനുസരിച്ച്, നാളത്തെ ആളുകളുടെ ജീവിതത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കവിത സ്വയം നവീകരിക്കപ്പെടും. ഈ നവീകരിക്കപ്പെടാനുള്ള ശ്രമത്തിൻ്റെ ഇടയിലുള്ള എല്ലാ പരീക്ഷണങ്ങളും കവിതയാവും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അതാണ്. ഇപ്പോൾ ഈ കാലത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന 1000 കവികളുണ്ടെന്ന് വയ്ക്കുക. 1000 പേരും കവികളാണെന്നോ അവർ 1000 പേരും എഴുതുന്നത് കവിതയാണ് എന്നോ നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ കവിതയിലേക്ക് എത്താനുള്ള യാത്രയാണ് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ച് പേരുടെ കവിതയൊക്കെ കവിതയായിട്ട് നിലനിന്നേക്കും. ബാക്കി ചില ആൾക്കാർ അവരുടെ വഴി അവർ തന്നെ സ്വയം തിരുത്തും. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവർ തന്നെ തിരുത്തി വേറെ വഴി കണ്ടെത്തും. ഇങ്ങനെ നിരന്തരമുള്ള പരീക്ഷണങ്ങളാണ്, പരിശ്രമങ്ങളാണ് ഓരോ എഴുത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ ട്രാഫിക് റൂൾസൊക്കെ നടപ്പിലാക്കുന്ന സമയത്ത് പറയും, ഇപ്പോൾ വികസിത രാജ്യങ്ങളിലൊക്കെ കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവഴിച്ചിട്ട് ഹൈവേയിൽ വളവും തിരിവും ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറയും നമ്മൾ. അതെന്താ വെച്ചാൽ ആളുകളെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. നേരെ ഒരു തടസ്സവും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ, യാതൊരു മാറ്റവുമില്ലാതെ നിരവധി കിലോമീറ്റർ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഉറങ്ങിപ്പോവും. ഇത് കവിതയ്ക്കും ബാധകമാണ്. യാതൊരു വെല്ലുവിളിയില്ലാതെ നമ്മൾ കേട്ട് പരിചയിച്ച ഈണത്തിൽ ഇതേപോലെ പുതിയ ആശയങ്ങളാണെങ്കിൽ പോലും ഇതേ ഈണത്തിൽ കേട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ശ്രദ്ധിക്കാൻ തോന്നില്ല, നമ്മൾ ഉറങ്ങിപ്പോവും.
മനസ്സിലേക്ക് കവിത കയറാനുള്ള പരിശ്രമങ്ങളാണ് ഈ തന്നെത്താൻ പുതുക്കൽ, തന്നെത്താൻ നവീകരിക്കൽ. അതിൽ എല്ലാ ആൾക്കാരും ഇപ്പോൾ താളത്തെ നിഷേധിച്ചോളണമെന്നില്ല. ഇപ്പോൾ താളം പാലിച്ചുകൊണ്ട് തന്നെ ഷീജ വക്കത്തിനെ പോലെ അതിമനോഹരമായിട്ട് കവിത എഴുതുന്ന കുട്ടികളുണ്ട്. താളം പാലിച്ചുകൊണ്ട് തന്നെ അതും സാധ്യമാണ്. താളം മുഴുവനായിട്ട് ഇല്ലാതെയായിപ്പോയി നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഭാവുകത്വത്തെ നവീകരിക്കുക എന്നുള്ളതാണ് പുതിയ വെല്ലുവിളി. ഉത്തരേന്ത്യയിലൊക്കെ പല സ്ഥലത്തും പണ്ട് തന്നെ കവിത എന്ന് പറയുന്നത് ഒരു പെർഫോമൻസ് ആണ്. ഗസലുകൾ അതൊക്കെ ഇങ്ങനെ കവിത ചെറിയ കുറിയ കവിതകളാക്കി അത് അവതരിപ്പിക്കുന്നത് ഒരു പെർഫോമൻസ് ആയിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മളത് വേറൊരു തരത്തിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ മുല്ലനേഴിയുടെ കവിത, എൻ്റെ പല കവിതകളും, അതുപോലെ കരിവള്ളൂർ മുരളിയുടെ കവിത, ഇതൊക്കെ പരിഷത്ത് പലപ്പോഴും സംഗീത ശില്പങ്ങളായിട്ടൊക്കെ അവതരിപ്പിച്ചു. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുള്ളത് മാറാട് കലാപം നടന്ന ഉടനെയുള്ള ഒരു കലാജാഥയിലാണ് അരുതെന്നു പറയുവാൻ ആരു കാണും, ഞാനുണ്ട് കൂട്ടിനെന്ന് ആരു ചൊല്ലും, മതം എൻ്റെ വീട്ടിൽ കലാപത്തിനെത്തുകിൽ മക്കൾക്കു കാവലാൾ ഏതു ദൈവം എന്ന് പറയുന്ന ഒരു കവിത ദൃശ്യവൽക്കരിക്കുന്നു, പരിഷത്ത് ദൃശ്യവൽക്കരിക്കുന്നു. ഇന്ത്യയിലുടനീളം ഗുജറാത്തിലെ കലാപത്തിൻ്റെ ഒക്കെ പശ്ചാത്തലം ഇന്ത്യയിലുടനീളം അത് കളിച്ച ഭാഷ മാറ്റിയിട്ട് പോലും അവതരിപ്പിച്ച ഒരു സംഗീതശില്പമായിരുന്നു. അപ്പോൾ ആ സംഗീതശില്പത്തിൽ ഒരു പെൺകുട്ടിയാണ്, ഭാർഗവി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ പോലും വെറുതെ ഒരു കവിത വായിക്കുന്നതിനേക്കാളും വെറുതെ ഒരു കവിത ചൊല്ലുന്നതിനേക്കാളും വലിയ ഇമ്പാക്റ്റ് ഈ പെർഫോമൻസ് ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കവിത ഒരു ആയുധമായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ കവിതകൾ, ഇപ്പോൾ നമ്മൾ വർഗീയതയ്ക്കെതിരെ ഒക്കെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന രാഷ്ട്രീയ കവിതകൾ, അതിൻ്റെ ആശയം പൂർത്തീകരിക്കുന്നത് ടെക്സ്റ്റിൽ മാത്രമല്ല, അതിനൊരു പെർഫോമൻസ് കൂടെ ആവശ്യമുണ്ട്. അത് ജനങ്ങളിലേക്ക് ഏതൊക്കെ തരത്തിലാണോ എത്തുക ആ തരത്തിലൊക്കെ എത്തിക്കാൻ ശ്രമിക്കേണ്ടതാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. കവിതയെ പെർഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ പുതിയ തലമുറയിലാണെങ്കിൽ വേടനുണ്ട്. അതേപോലെ കുറച്ച് മുമ്പുള്ള ഒരു കവിയാണല്ലോ ഗദ്ദർ, പിന്നെ ആന്ധ്രയിലുണ്ടായിരുന്ന ഗദ്ദർ. അപ്പോൾ ഒരിക്കൽ ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്ററിൻ്റെ സമ്മേളനത്തിന് വേണ്ടി ഞാൻ പോയ സമയത്ത്, ആ ഹൈദരാബാദിലൊരു സമ്മേളനത്തിന് പോയ സമയത്ത് അവിടെ ഗദ്ദർ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല പട്ടാണ്, നമ്മൾ അമ്പലത്തിൽ വെളിച്ചപ്പാടൊക്കെ വരുന്നത് പോലെ പട്ടുടുത്ത് ഒറ്റക്കാലിൽ ചെലങ്കയിട്ടിട്ടാണ് ഗദ്ദർ കവിത അവതരിപ്പിക്കുക. ഗദ്ദർ കവിത അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ ആളുകൾ മുഴുവനും ആ കവിയുടെ കൂടെ മനസ്സുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു വലിയ പെർഫോമൻസ് ആയിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ പല സ്ഥലത്തും, കേരളത്തിന് പുറത്ത് പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇപ്പോൾ വേടൻ്റെ കവിതയുടെ തന്നെ ഒരു പ്രത്യേകത, നമ്മൾ വേടൻ്റെ കവിത മലയാളികളുടെ ആസ്വാദന തലത്തിലുണ്ടാക്കിയ ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ വേണ്ടത്ര പഠനം നടത്തിയിട്ടില്ല. അതായത് ലോകത്ത് പല രാജ്യത്തും കവിത എന്ന് പറയുന്നത് ആയിരക്കണക്കിന് മനുഷ്യരുടെ, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രതികരിക്കാനുള്ള ഒരു ഉപകരണമാണ്. അത് പാട്ടായിട്ട്, ഈണമായിട്ട്, തെരുവിലൂടെ സമരം ചെയ്യുന്ന സമയത്ത് മനുഷ്യരൊന്നായിട്ട് പാടുന്ന പാട്ടുകളുണ്ട് ലോകത്ത് പല, പിന്നെ ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലും പല രാജ്യങ്ങളുണ്ട് അങ്ങനെയുള്ള ചെയ്യുന്നത്. പക്ഷേ മലയാളിക്ക് നമ്മുടെ പാട്ട് എന്ന് പറയുന്നത് നമ്മൾ അടച്ച് ഒതുക്കി സംയമനത്തോടുകൂടി സംഗതി പോവാതെ, പിന്നെ സ്വരസ്ഥാനം തെറ്റാതെ, ബാത്റൂം പോലും ഉറക്കെ പാടാൻ പാടില്ല തരത്തിൽ ബലം പിടിച്ച് കഴിച്ചൊരു സാധനമാണ് നമുക്ക് പാട്ട്. നമുക്ക് പേടിയാണ്. ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അതിൻ്റെ സംഗതി പോയാലോ അതിൻ്റെ സ്വരം തെറ്റിയാലോ ഒന്ന് പേടിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പാട്ടിനെ മലയാളിയുടെ പാട്ട് ഉണ്ടായി വന്നത് രണ്ട് ധാരകളെ സമന്വയിപ്പിച്ചിട്ടാണ്. അതൊന്ന് നാടോടിപ്പാട്ടിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്, കർണാടക സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ സോപാന സംഗീതത്തിൻ്റെ വേറൊരു പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യങ്ങളെ ഒരു ഘട്ടത്തിൽ സംയോജിപ്പിക്കുന്നത് ONVയും പി ഭാസ്കരനും വയലാറും ദേവരാജ മാഷും ഒക്കെ ഉൾപ്പെട്ട ഒരു ടീമാണ് അത് അങ്ങനെ ഒരു പുതിയ ധാരയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ കർണാടക സംഗീതത്തിൻ്റെ ഒരു ധാരയിൽ നിന്ന് കർണാടക രാഗങ്ങളെ എടുത്തു, നാടോടിപ്പാട്ടിൻ്റെ പച്ചയായിട്ടുള്ള, വർത്തമാനം നേരിട്ട് പറയുന്ന പച്ചയായിട്ടുള്ള രൂപം എടുത്തു. അങ്ങനെയാണ് ആ പാട്ടുകൾ ഉണ്ടായി വന്നത്. ഇപ്പം പൊന്നരിവാൾ അമ്പിളിൽ കണ്ണെറിയുന്നവളെക്കുറിച്ചും നാഴൂരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം തുടങ്ങിയ പാട്ടുകളൊക്കെ ഉണ്ടായി വരുന്നത് അങ്ങനെ ഈ ഒരു സമന്വയത്തിലാണ്. പക്ഷെ പിന്നെ എന്ത് സംഭവിച്ചു? കാലമേറെ കഴിഞ്ഞ സമയത്ത് ഈ പാട്ടിൽ ഈ കർണാടക സംഗീതത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ അതിക്രമിക്കുകയും നാടോടിത്തത്തിൻ്റെ തനിമയും ലാളിത്യവും ചോർന്നു പോവുകയും ചെയ്യുന്നു. അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് ഈ പാട്ട് പാടാൻ പറ്റാത്തത്. ഇപ്പോൾ അതേ സമയത്ത് ലോകത്തിൻ്റെ പല രാജ്യത്തും ജനങ്ങൾ പാട്ടിൽ വലിയ പരീക്ഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ വേടൻ നടത്തിയ പരീക്ഷണത്തിൻ്റെ ഒരു കാര്യം അതാണ്. രാഷ്ട്രീയമാണ്, പച്ചയായ രാഷ്ട്രീയമാണ് വേടൻ പറയുന്നത്, അല്ലെങ്കിൽ വർഗീയതയ്ക്കെതിരെയുള്ള ഒരു പ്രചരണമാണ് വേടൻ നടത്തുന്നതെങ്കിൽ പോലും റിതമിക്കായിട്ട് അത്ര വേഗത്തിൽ അത്രയേറെ വരികൾ ഓർമ്മിച്ച് ജനങ്ങളെ ആകെ ഇളക്കി മറിക്കുന്ന രീതിയിലാണത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു മെസ്മരിസം, അതിൻ്റെ ഇടയിൽ ഒരു മെസ്മരിസം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ആളുകളാകെ ആവേശം കൊള്ളിക്കുന്ന ഒരു കാര്യം പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷേ
നമ്മുടെ രാഷ്ട്രീയത്തിലോ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലോ സാംസ്കാരിക ജീവിതത്തിലോ ഒരു വിപ്ലവ പ്രവർത്തനങ്ങൾക്കും ചെയ്യാൻ സാധിക്കാത്ത, ഇന്ന് ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ ജനമനസ്സുകളെ ഇളക്കാൻ വേടന് പറ്റുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ വേടനിൽ നിന്ന് പാഠം പഠിക്കേണ്ടത്, ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അതാണ് പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ കാലത്ത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം.